വീട് പണിക്കുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സുദീപ്. അതിനുശേഷം സുദീപിനോടും ശ്രുതിയോടും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പിരിയാൻ ആവശ്യപ്പെടുന്ന അരുൺ തോമസ്. രണ്ടുപേരും അങ്കലാപ്പിലാവുന്നു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു പോകുന്ന സുദീപ്. ഇത് കണ്ട് വിഷമിച്ചു നിൽക്കുന്ന ശ്രുതി. അരുൺ തോമസിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സുദീപിനെ കാണുന്ന സിറിൽ. തുടർന്ന് സിറിൽ ഓഫീസിലേക്ക് കയറി ചെന്ന് ഇഷയെ അന്വേഷിക്കുന്നു. ശ്രുതിയും അരുൺ തോമസും ഇറങ്ങി വന്ന് കാറിൽ കയറുന്നത് സിറിൽ കാണുന്നു. അവരെ ഫോളോ ചെയ്യുന്ന സിറിൽ. ഇനി തുടർന്ന് കാണുക. ഇറങ്ങടോ. ഇതാരുടെ വീടാ? ഇത് ഒരു ബിൽഡറുടെ വീടാണ്. പേര് അരുൺ തോമസ് എന്ന് പറയും. എന്തേ തിരിച്ചോടാ? എടോ, ഇവിടെ ഒരു പാവ അമ്മച്ചിണ്ട്. ആ അമ്മച്ചി കണ്ട നമുക്ക് ഒരുപാട് സമാധാനം കിട്ടും. ഇറങ്ങടോ. സാർ ഇതല്ലേ? അവിടല്ല, അത് ഔട്ട് ഹൗസ് ആണ്. ഇവിടെയാണ് വീട്. പാടോ. അമ്മച്ചി പാടോ. അമ്മച്ചി ഇതെവിടെ പോയിരിക്കാണ്? ഡോ, ഇതൊക്കെ നമ്മുടെ അപ്പനപ്പന്മാരുടെ കാലത്തുള്ള സ്ട്രക്ചറാണ്. നമ്മുടെ ഒരു പുരാവസ്തുവിന്റെ ശേഖരം ഉണ്ട്. പാടോ. അമ്മച്ചി. ആ റോസ് ചേച്ചി. എന്തേ? ഈ അമ്മച്ചി ഇതെവിടെ പോയി? അമ്മച്ചി അകത്തുണ്ടായിരുന്നല്ലോ. ഡോ, ഇത് റോസ് ചേച്ചിട്ടാ. അമ്മച്ചിയുടെ വലങ്കയാണ്. ചേച്ചിയുടെ താറാവ് കറി സൂപ്പർ ടേസ്റ്റ് ആണ്. ഇത് ശ്രുതിട്ടാ. അമ്മച്ചി ഇതെവിടെ പോയാണ്? അമ്മച്ചി. എടോ, ഈ ഇരിക്കുന്നത് മാത്രല്ലേട്ടാ, ഒരുപാട് കളക്ഷൻ ഉണ്ട് മോളില്. കാട്ടിത്തരാം. പാടോ. ദേ, ഇത് അപ്പന്റെ വടിയാണ്. പുള്ളി വടിയായെങ്കിലും നമ്മളത് സൂക്ഷിച്ചു. വന്നട്ടാ. അമ്മ. അയ്യോ. എന്തുട്ടിനാണ്ട ഇങ്ങനെ കിടന്ന അലറണേ? നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഇന്ന് പള്ളിയിലും പോയി കാണില്ല. അപ്പന്റെ ഓർമ്മ ദിവസമായിട്ട് ഇന്ന് അവിടെയും പോയി കാണില്ല. നിനക്ക് അങ്ങനത്തെ ഗുണങ്ങളൊന്നും ഇല്ലല്ലോ. അമ്മച്ചി, ഇന്ന് ട്രസ്റ്റിന്റെ മീറ്റിംഗ് ആയിരുന്നു. അപ്പന്റെ ആണ്ടിന് പള്ളിയിൽ പോകാത്തവനാ ട്രസ്റ്റ്. ഇതേതാടാ കൊച്ച്? അമ്മച്ചി, ഇത് ഞാൻ. ഏതാന്ന്? അമ്മച്ചി, നമ്മുടെ കൊച്ചിയിലെ ഓഫീസിലെ ട്രസ്റ്റിന്റെ മീറ്റിംഗ്. നീയൊന്നും പറയണ്ടാട്ടാ, അവള് പറയട്ടെ. നീ ഏതാടി കൊച്ചേ? എന്തുട്ട് നിന്റെ പേര്? ശ്രുതി. എന്തുട്ട് ശ്രുതി? അമ്മച്ചി, ഞാൻ പറയട്ടെ. നമ്മുടെ ഓഫീസിലെ സ്റ്റാഫാണ്. നിന്റെ ഓഫീസിൽ ഇവള് മാത്രമുള്ള സ്റ്റാഫായിട്ട്? അല്ല, വേറെ സ്റ്റാഫുകളുണ്ട്. ഇത്ര നാളായിട്ട് ഒരു സ്റ്റാഫിനെ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഇപ്പൊ എന്താ ഒരു പുതുമ? ഭയങ്കര മിടിക്കാണ്. എന്തുട്ട് മിടിക്കി? എവിടെയാ നിന്റെ നാട്? ആരൊക്കെയുണ്ട് വീട്ടില്? അമ്മച്ചി,
ശ്രുതിയുടെ പേരൻസ് എല്ലാം അങ്ങ് പുറത്താ, ദുബായില്. അത് നിനക്കെങ്ങനെ അറിയാം? ഇവള് ഓഫീസിൽ ജോയിൻ ചെയ്തിട്ട് എത്ര നാളായിടാ? 1 മാസമായിട്ടുള്ളൂ. ആഹാ, 1 മാസത്തിനിടെ നീ ഭയങ്കര മിടുക്ക് തെളിയിച്ചല്ലേ. നിന്നേക്കാളും ശമ്പളം കൊടുക്കണ്ട നീ? അല്ല, അവളുടെ ജാതകം മുഴുവൻ നീ അറിഞ്ഞല്ലോ. എന്താ അമ്മച്ചി ഇങ്ങനെയൊക്കെ ചോദിക്കണേ? പിന്നെ ചോദിക്കാണ്ട്. ഇന്നലെ വന്ന ഒരുത്തിയെ നീ ഇന്നെന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നില്ലേ? അപ്പൊ അമ്മച്ചിയായി ഞാൻ ചോദിക്കണ്ടാ അവൾ ആരാ ഏതാന്നൊക്കെ? ചോദിക്കണം. എന്താ നിന്റെ പേര് പറഞ്ഞേ? ശ്രുതി. ശ്രുതിയോ? വാലൊന്നുമില്ലല്ലോ. ശ്രുതി അരവിന്ദ്. അരവിന്ദാ? ആ. അപ്പോ നസ്രാണി കൊച്ചല്ല? അല്ല. കണ്ടിട്ട് നല്ല തറവാട്ടിയെ പറഞ്ഞ നസ്രാണിയെ പോലെയൊക്കെ ഉണ്ട്. അതുണ്ട്. നീ ഇങ്ങോട്ട് വന്നേ. ചെല്ലടോ. ഇങ്ങോട്ട് വാടി. ഇവിടെ ഇരിക്കി. ഇരിക്കടോ. ഇരിക്കടി. ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഇങ്ങോട്ട് നോക്കാൻ. ഈ കണ്ണട എപ്പോഴും വെക്കണതാ? ഡോക്ടർ പറഞ്ഞിട്ടാണോ? അമ്മച്ചിക്ക് അങ്ങ് ഇഷ്ടായിട്ടാ? സന്തോഷായിന്ന്. ഈ അമ്മച്ചിയുടെ കാര്യം പേടിച്ചിട്ടാ. നമ്മുടെ ആയുസിനെ 2 വർഷം പോയി. ഓ, ഡാ മുങ്ങിക്കളയരുത്, ഇവിടെ കാണണം. വാ മോള് വാ. വാ മോളെ. എന്റെ പൊന്നു സബിതേ, എനിക്ക് ആകെയുള്ളത് പെണ്ണായിട്ട് ഒരെണ്ണമാ. ആണായിട്ട് ഒരുത്തിനുള്ളതും ഇല്ലാത്തതും കണക്കാ. ഒത്തിരി പ്രതീക്ഷകൾ വെച്ചുകൊണ്ടാ എന്റെ മോളെ ആ വീട്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. ഇനിയിപ്പോ അത് വേണോന്ന് പോലും ഞാൻ ചിന്തിക്കുക. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ജലജേച്ചി എന്റെ അനിയന് നിങ്ങളുടെ മോളെ ചോദിച്ചത്? അത് പണത്തിനും പൊന്നിനും സ്വത്തിനും വേണ്ടിയൊന്നും അല്ലല്ലോ. നമ്മുടെ വീട്ടിലെ കുട്ടിയായോണ്ടല്ലേ. ഞങ്ങളുടെ അന്തസ്സിനും നിലയ്ക്കും വിലയ്ക്കും ചേർന്നെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ. ഇനിയത് ആവർത്തിക്കാതെ നോക്കിയാ പോരെ ജലജേച്ചി? അത് ഞങ്ങളേറ്റു. ആൾക്കാരുടെ മനസ്സിലാ സബിത അഴുക്ക്. നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ ഒന്നിച്ചു നിൽക്കാം, ഒന്നിച്ചിരിക്കാം. സിനിമാ തിയേറ്ററില്, ബസ്സില്, ട്രെയിനിലാണെങ്കിൽ മടിയിലായിരിപ്പ്. ഞങ്ങളുടെ KSRTCയിലാണെങ്കിലോ എത്ര അന്തസ്സായിട്ട് ആണും പെണ്ണും യാത്ര ചെയ്യുന്നത്. എന്തൊരു ഡിസിപ്ലിനാ. ഇവിടെ ഇപ്പൊ ബൈക്കിൽ ഒരു ലിഫ്റ്റ് കൊടുത്തത് ആ പ്രശ്നം. ആൾക്കാരുടെ ഒരു കാര്യങ്ങളെ. അതൊക്കെ പ്രശ്നം തന്നെയാ ഭാനുവേട്ട. നമ്മളായിട്ട് കെട്ടിപ്പൊക്കിയ ചില സോഷ്യൽ ബാരിക്കേഡുകളാണ് ഇതെല്ലാം. അതിന്റെ അനന്തരഫലങ്ങളാവും ഇതൊക്കെ. ദേ നോക്ക്, കല്യാണം കഴിക്കാൻ പോകുന്ന കൊച്ച ഇത്. ഇരിക്കുന്ന ഇരിപ്പുണ്ടോ? അവളുടെ വിഷമം എന്താ നിങ്ങളാരും കാണാത്തത്? മോള് വിഷമിക്കണ്ട. ഇതൊന്നും വലിയ കാര്യാക്കണ്ട. അവര് തമ്മിൽ ഒന്നുമില്ല. ഇന്ന് സംഭവിച്ചത് വെറും ക്യാഷിലായ കാര്യമല്ലേ.
മോള് പൊടിമോനെ വിളിച്ച് സംസാരിച്ചായിരുന്നോ? ഞാൻ വിളിച്ചപ്പോ എന്നോട് കള്ളോ പറഞ്ഞത്. ഒരു വേലക്കാരനെ പോലെ അവളുടെ സഞ്ചിയും തൂക്കി അവളുടെ പുറകെ പോയിരിക്കുന്നു. ഞാൻ ചോദിച്ചപ്പോ നേരെ വീട്ടിലേക്കാ പോകുന്നതെന്നാ എന്നോട് പറഞ്ഞത്. ഇതിലെന്തോ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇതിൽ എന്നോട് കള്ളം പറഞ്ഞത്? കണ്ടോ അപ്പൊ ഇതിലെന്തോ ഉണ്ട്. ആ ഇരിപ്പും മട്ടും കണ്ടപ്പോഴേ എന്റെ മനസ്സ് പറഞ്ഞതാ ഇതത്ര ശരിയല്ലെന്ന്. ഞാൻ പറഞ്ഞ ആരുടെയും തലയിലോട്ട് കേറത്തില്ലല്ലോ. ജലജ, നീ എന്താ ഈ പറയുന്നേ? ഞാൻ പറയുന്നതൊക്കെ ശരിയാ. എന്റെ കണ്ണുകൊണ്ട് കണ്ടതൊക്കെ ശരിയാ. നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ലല്ലോ. അതെ, അവക്ക് എന്റെ മോളെക്കാളും സൗന്ദര്യം പത്രാസും ഒക്കെ കാണും. എന്നാ എന്റെ മോൾ അങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നവളല്ല. എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. നിങ്ങൾ ഇത്ര മന്ദബുദ്ധിയായി പോയല്ലോ മനുഷ്യ. ഇവിടെ നടന്നു നാട്ടുകാർ പറഞ്ഞല്ലല്ലോ നിങ്ങൾ അറിഞ്ഞത്. നിങ്ങളുടെ ഭാര്യയും മകളും പറഞ്ഞല്ലേ അറിഞ്ഞത്. അതുപോലും വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. ജലജേച്ചി, എന്തായാലും സംഭവിച്ചു പോയില്ലേ? ഇനി അത് പറഞ്ഞു വലുതാക്കേണ്ട വിഷയമാണോ? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ജലജേച്ചി ഒന്ന് പറ. ഞാൻ പറയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ പറയാം. ഞാൻ പറഞ്ഞാ നിങ്ങൾ ചെയ്യോ? നിങ്ങള് എങ്കി അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടണം. നിങ്ങൾ എന്തിനാ അവളെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അവൾക്കും അല്ലേ ഭർത്താവും ആൾക്കാരും ഒക്കെ. അവളെ അങ്ങ് പറഞ്ഞു വിട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ ഒറ്റ പരിഹാരമേ ഉള്ളൂ സബിയേച്ചി. എനിക്ക് ഈ കല്യാണം ഒന്നും വേണ്ട. ഇതെന്നല്ല ഒരു കല്യാണവും വേണ്ട. അമ്മയോടും കൂടെ പറയുന്നത്. ഒരാളുടെ ശബ്ദം ഇനി ഈ വീട്ടിൽ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വിഷയം ഇനി ആരും സംസാരിക്കാൻ വേണ്ട. എനിക്ക് മനസ്സമാധാനം വേണ്ടത്. എനിക്കറിയാം എന്ത് വേണോന്ന്. സബിയേച്ചി പോയി സുദീപേട്ടനോട് പറഞ്ഞേക്ക് ഇതായിരുന്നു എന്റെ അഭിപ്രായം എന്ന്. കേട്ടല്ലോ? എല്ലാ തീരുമാനങ്ങൾക്കും എടിപിടിയുന്ന പരിഹാരം കാണുന്ന ആളാണല്ലോ സാറ്. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ആയിരുന്നല്ലോ മറുപടി. ഇപ്പൊ എന്ത് പറ്റി മിണ്ടാതിരിക്കാൻ? എന്തു പറ്റി? മറുപടി പറയാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. എപ്പോ നോക്കിയാലും ഒരു KSRTC. രവി, ആ പെൺകൊച്ചിനെ അതിന്റെ ഭർത്താവിനെയും കുട്ടി അവിടെ നിന്ന് പറഞ്ഞു വിടുക. കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരല്ലേ അവര്. പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. അവളുടെ ഭർത്താവിന്റെ നമ്പർ ഇങ്ങതാ, ഞാൻ വിളിച്ചോളാം. എന്റെ അച്ഛന് ഒരുത്തിയുടെ കാല് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നാണമില്ലല്ലോ അച്ഛന്. ഞാൻ പറഞ്ഞു ഈ വീട്ടിൽ ഇനി കല്യാണം എന്നൊരു വാക്ക് മിണ്ടി പോരുതെന്ന്. പാടോ. കണ്ടോടോ, ഇതൊക്കെ കണ്ടാ? വാവ്, ഇത് കൊള്ളാലോ. നമ്മുടെ ജീവിതത്തിലെ അമൂല്യമായിട്ടുള്ള ശേഖരമാണ് ഇതൊക്കെ. പഴയതൊക്കെ സ്വീകരിക്കുക, അതൊക്കെ ഇങ്ങോട്ട് സൂക്ഷിക്കുക. നമ്മുടെ ചാർലി സിനിമയില്ലേ, അതിലെ കൺട്രോളർ വന്നിട്ടുണ്ടായിരുന്നു. ചില പ്രോപ്പർട്ടീസ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തില്ലട്ടാ. ഓ, ഇത് എന്തൊരു കളക്ഷൻസാ സാർ. ഇത് എവിടുന്ന കളക്ട് ചെയ്യുന്നേ? ഇതിനൊക്കെ ഒരുപാട് വിലയാവില്ലേ? എല്ലാത്തിനും അങ്ങനെ വിലയിടാൻ പറ്റൂടോ? കല്ലിനും മണ്ണിനും മരത്തിനൊക്കെ നമുക്ക് വിലയിടാം. പക്ഷെ ചില ബന്ധങ്ങൾക്കും സാധനങ്ങൾക്കൊക്കെ വിലയിടാൻ കഴിയില്ല. അത്തരം സാധനങ്ങളൊക്കെയാ ഇതൊക്കെ. കണ്ടോടോ, ഇതൊക്കെ നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകങ്ങളാണ്. നോക്ക്, ഇതൊക്കെ സാറ് പലപ്പോഴായിട്ട് കളക്ട് ചെയ്തതാണോ? ഇത് കൗബോയ് ഹാറ്റാണ്. കൗബോയ് ഹാറ്റ്. എനിക്ക് ഇതിനകത്ത് കയറുമ്പോൾ എന്തൊക്കെയോ നഷ്ടബോധം തോന്നും. ഞാൻ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. എൻ്റെ സ്വപ്നത്തിലുള്ള സുന്ദരിയായ പെൺകുട്ടിയെ ഈ അമൂല്യമായ ശേഖരത്തിൻ്റെ നടുവിൽ കൊണ്ടു നിർത്തി
അവളോട് എൻ്റെ പ്രണയം പറയണമെന്ന്. അതിപ്പോഴും ഒരു സ്വപ്നമായിട്ട് തന്നെ ഇങ്ങനെ കിടക്കട്ടെ. ഇനി എന്താ, നമുക്ക് വയസ്സായാലോ, ഇനിയിപ്പോ എന്തുകൊണ്ട് സ്വപ്നം കാണാനാണ്? ആരോട് പറയാനാ അല്ലേ? ആ അപ്പൊ അത് ശരി, മനസ്സുകൊണ്ട് വാർദ്ധക്യം ബാധിച്ചു അല്ലേ? മനസ്സിനെ ബാധിച്ച അത് ശരീരത്തെയും ബാധിക്കും. അപ്പൊ ഇതിന് നടുക്ക കൊണ്ടിരുത്താം അരുൺ സാറിനെ പുരാതന വസ്തുവായിട്ട്. കാലങ്ങൾ പോലടോ ഇതേപോലെ. ഓ കാലങ്ങൾ പോവല്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെ ആവും. ആഹാ, അപ്പൊ അരുൺ സാറ് അതിന്റെ വിഷമത്തിലല്ലേ? കുഴപ്പമില്ല, പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം. എനിക്കൊരു 1-2 മാസം സമയം തന്നാ മതി. താൻ എന്തൊട്ട് പരിഹാരം ഉണ്ടാക്കാനാണ്? എന്റെ കയ്യിൽ അതിന് പറ്റിയ ചില പുരാവസ്തുക്കളുണ്ടേ. പുരാവസ്തുവിന് മറ്റൊരു പുരാവസ്തു കൂട്ടാവുമ്പോ അത് നന്നായിരിക്കും. താൻ വാടോ. എന്തോടോ ഇവിടെ? കൈമാറ്റിയേ ചെന്നിട്ട് മോശിക്കണല്ലോ. ജയസുധ അവളുടെ വിഷമം കൊണ്ട് പറയുന്നതാ ഇനിയൊരു കല്യാണം വേണ്ടെന്ന്. അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയാൽ രവിക്ക് മനസ്സിലാവും. കല്യാണത്തിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വലുതാക്കി നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ച ദോഷാകുമെന്ന് അവൾക്കറിയാം. നമ്മളായിട്ടൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ രവി. എന്ത് ചെയ്യണമെന്നാ സബി പറയുന്നേ? എനിക്ക് ശ്രുതിയോടൊന്ന് സംസാരിക്കണം. സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കണം നമുക്ക്. അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണോ ശ്രുതി? അവൾക്ക് അവളുടേതായിട്ടുള്ള തീരുമാനമുണ്ട് ആദ്യം മുതലേ. അവളുടെ തീരുമാനം മാത്രമേ നടന്നിട്ടുള്ളൂ ഈ നിമിഷം വരെ. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് അവള് തന്നെയാ. മാത്രമല്ല, പലതവണ പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അവളെ തട്ടിക്കളിച്ചോണ്ടിരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പറയാനുള്ളത് പറഞ്ഞില്ലേ പറ്റൂ രവി. ഞാൻ എന്തായാലും അവളെ ഒന്ന് വിളിക്കട്ടെ. ജയസുധയുടെ വീട്ടിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തത് ശ്രുതിയാണോ പൊടിമാനാണോ എന്നുള്ളത് അറിയണമല്ലോ. അത് അവള് തന്നെ എടുത്ത തീരുമാനമായിരിക്കും. പൊടിമോൻ അങ്ങനെയുള്ള അവിവേകമൊന്നും കാണിക്കില്ല. അതും ജയസുധയുടെ മുന്നിലേക്ക് അവളെയും ബൈക്ക് കയറ്റി ഒരിക്കലും അങ്ങോട്ട് പോവില്ല. ആ അത് ശരിയാ. ശ്രുതിയാണെ മുന്നും പിന്നും നോക്കില്ല. അതുകൊണ്ടാണല്ലോ അങ്ങും ഇങ്ങും ഇല്ലാതെ ഇവിടെ വന്ന് പെട്ടത്. നീ എന്തായാലും ഒന്ന് വിളിച്ചു നോക്ക്. എങ്ങനെയോ കുഴപ്പമില്ല. ഡോക്ടർ തോണോ? വേണ്ട, സബിതച്ചിയാ, ഞാനിപ്പോ വരാം. ആ സബിതച്ചി, ശ്രുതി എവിടെയാ? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എവിടെയത്? ഞാന് അരുൺ സാറിന്റെ വീട്ടിലാ, ഡ്രീം ഹൗസില്. അരുൺ തോമസിന്റെ വീട്ടിലോ? അവിടെന്താ വിശേഷം? വിശേഷമായിട്ടൊന്നുമില്ല. അമ്മച്ചി, സാറിന്റെ അമ്മയൊന്ന് കാണണം. ഈ അവസ്ഥയിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ ഓഫീസ് കഴിഞ്ഞ വീട്ടിലോട്ട് വന്നൂടെ? ഞാൻ പെട്ടെന്ന്. പിന്നെ എനിക്ക് ഫുഡ് വെക്കണ്ട കേട്ടോ, ഞാൻ ഡിന്നർ കഴിച്ചിട്ടേ വരൂ. കഴിച്ചിട്ട് വരാനോ? അപ്പൊ ഭക്ഷണത്തിന് മുമ്പുള്ള മെഡിസിൻസ് ഒക്കെ എപ്പോ കഴിക്കും? അതെല്ലാം എന്റെ കയ്യിലുണ്ട് ചേച്ചി, ഞാൻ വന്നോളാം. ശരി. അവള് അരുൺ തോമസിന്റെ വീട്ടിലാണെന്ന്, ഇനിയിപ്പോ ഭക്ഷണം കഴിച്ചിട്ടേ വരത്തുള്ളൂന്ന്. ഇതാ പ്രശ്നം. എല്ലാം തോന്നിയ പോലെ ബൈക്ക് കയറി കിടന്ന് കറങ്ങ. ആ എഗ്രിമെന്റ് ഇതും കൂടെ വെച്ചാൽ മതിയായിരുന്നു.
വന്നേ. ഡോ, ഇപ്പം നമ്മൾ ഈ കേട്ട പാട്ട് ഏതാണെന്ന് അറിയോ എനിക്ക്? താനൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ്. റാഫി സാറിന്റെ പാട്ടാ. സാറ് നന്നായിട്ട് വായിക്കുന്നുണ്ടല്ലോ. സംഗീതമൊക്കെ പഠിച്ചതാണോ? ഈയുടെ പേരുന്നടോ ശ്രുതിന്നല്ലേ? അതെ. ഇതിപ്പോ ഏത് ശ്രുതിയാ? അയ്യോ, എനിക്കൊന്നും അറിയത്തില്ല. ശ്രുതിയും താളമൊക്കെ ഹൃദയത്തിലുള്ളതാ. അതൊക്കെ നമ്മൾ അറിയാണ്ടെങ്കിൽ പഠിക്കും. ചൗദവി കാ ചാന്ദ് ഹോ യാ ഫിതാബ് ഹോ, जो भी हो तुम खुदा की कसम लाजवाब हो, चौदहवीं का चांद हो या फिताब हो, जो भी हो तुम. ഇതെന്തൂട്ടാണ്ട ശവി, 12 കൊല്ലായിട്ട് ഈ പാട്ട് തന്നെയല്ലേ? ഒന്ന് മാറ്റി പിടിക്കടാ. എന്നാ മാറ്റി പിടിച്ചോ. മതി മതി മതി, വന്ന് ഭക്ഷണം കഴിക്കടാ. ശ്രുതി മോൾക്ക് പോണെന്ന് പറഞ്ഞോണ്ടാ ഞാൻ റോസിയെ കൊണ്ട് എല്ലാം ഉണ്ടാക്കിച്ചത്. നീ ഇങ്ങോട്ട് വന്നേ, വാ മോളെ. ഇതേ നിസാരക്കാരിയല്ല എടുക്കേ, ഒരു ജാതി സംഭവമാണ്. ദാ മോളെ. മതി അമ്മച്ചി. അമ്മച്ചിക്ക് ആഹാരം ഉണ്ടാക്കലെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ആഘോഷമാണ്. പിന്നെ റോസ് ചേച്ചിയോട് ചേർന്നാ പിന്നെ അത് പൂരായി. അതൊരു ഹര അല്ലേ അമ്മച്ചി? മോള് കഴിക്ക്. മതി അമ്മച്ചി. അമ്മച്ചി ഒന്നും കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചോളാം, മോള് കഴിക്ക്. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാനും വിളമ്പിത്തരാനൊന്നും എനിക്കാരുമില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ?